അപ്പോൾ ഈ ക്ലോസറ്റ് ഉണ്ടല്ലോ കോളറിൻ്റെ നല്ല അടിപൊളി ക്ലോസറ്റ് ആണ് കേട്ടോ. വൈവ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡല് നല്ല പക്ക പിടിപ്പിക്കാനൊക്കെ അടിപൊളിയാണ്. പക്ഷെ ചെറിയൊരു പണി നമുക്ക് കിട്ടി. ഒരു 2-2.5 മണിക്കൂർ അങ്ങോട്ട് നമ്മുടെ സമയത്ത് അങ്ങോട്ട് പോയി. അപ്പം ഇനിയിപ്പോൾ അതിലേക്കാണ് നമ്മൾ കിടക്കണത്. നമ്മൾ ഈ പിടിപ്പിക്കുന്ന നേരത്ത് അല്ലെങ്കിൽ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് പോയി, മറ്റതൊക്കെ നേരെ താഴത്തേക്കാണ് വീഴുക. ഇത് ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ആ ക്ലോസറ്റിൻ്റെ ഫുള്ള് പൊള്ളയാണല്ലോ. അത് രസകരമായിട്ടുള്ള സംഭവം വെച്ചാൽ 2 സാധനം അതിൻ്റെ ഉള്ളിലേക്ക് പോയി. പിന്നെ അതിൽ നിന്ന് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. നമ്മളാണ് ഈ ക്ലോസറ്റ് പിടിപ്പിക്കാനായിട്ട് മെയിനായിട്ട് ഇവിടേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളത് പിടിപ്പിച്ചില്ലെങ്കിൽ ആ വീട്ടുകാരുടെ അവസ്ഥയ്ക്ക് നമുക്കും മനസ്സിനൊരു സുഖം ഉണ്ടാവില്ല. അവസാനം അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഒരു മാഗ്നറ്റിൻ്റെ ഒരു സംഭവം. അതുകൊണ്ട് ഫസ്റ്റത്തെ കിട്ടി. രണ്ടാമത്തെ ജമ്മ ഉണ്ടെങ്കിൽ അത് എവിടെ കിടക്കണേന്ന് പോലെ ഒരു രക്ഷയില്ല. രണ്ടും കണ്ടുപിടിച്ച് നമ്മുടെ സന്ദീപേട്ടൻ ഉണ്ടായുള്ളത് പറയാലോ. അപ്പൊ അത് ഇത്രയധികം സ്പ്രിങ് കളിയിട്ടും അവനൊരു അനക്കവും കാര്യങ്ങളൊന്നും ഇല്ല. അവസാനം എന്തോ ദൈവഗുരുത്വം നമ്മുടെ അതൊക്കെ കൂടിയിട്ട് നമുക്ക് സാധനം കിട്ടിയപ്പോൾ ആ ഇരിപ്പിരിക്കണണ്ട അതിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഒരു ഇരിപ്പുണ്ട്. പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം 2 മണിക്കൂറായി ഞങ്ങൾ അത് പിടിച്ചിങ്ങനെ ഇരിക്കണത്. ഈ 2 മുതലാണ്. പിന്നെ ആ ക്ലോസറ്റ് പിടിപ്പിക്കാണ്ട് പോകുന്നത് ശരിയല്ല. അങ്ങനെ നമ്മുടെ സമയം കഴിഞ്ഞു. സമയമല്ല, ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ സമയം നോക്കരുത്. നമുക്ക് ആ മനസ്സിന് നമുക്കൊന്ന് സംതൃപ്തി വേണം, തരുന്ന വീട്ടുകാർക്ക് ഒരു സംതൃപ്തി വേണം. എന്നാലാണ് ആ 2 വൈബും കൂടി ഒത്തുചേരുമ്പോൾ ഉള്ളൊരു സുഖം നമുക്ക് കിട്ടുള്ളൂ. അപ്പം എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ അവിടെ ക്ലോസറ്റ് പിടിപ്പിച്ച് വെള്ളം ചാർജ് ചെയ്ത് ഫ്ലഷ് അടിച്ചിട്ട് ലീക്കില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പം ഞാനും ഹാപ്പി, വീട്ടുകാരനും ഹാപ്പി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓണം കഴിഞ്ഞിട്ട് വരുള്ളൂ. അതുവരെ നമുക്ക് മനസ്സിനൊരു കല്ലുകടിയായിട്ട് ഇരിക്കാൻ പാടില്ല. അത് കാരണം ആ സാധനം സെറ്റാക്കിയിട്ടാണ് പോണത്. അപ്പം നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ.